ആസ്വദിച്ച് വരികയായിരുന്നു. അതിപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ സംഭവിച്ചതെന്നൊക്കെ എനിക്ക് ഫീൽഡിൽ നിന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്ര നേരം കുറേ കാത്തിരുന്നു അല്ലേ? ഓക്കെ. എന്ന് പറഞ്ഞാൽ ഞാനൊരു നല്ല ഗെയിമറായിരുന്നു എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. അതാണ് ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. അപ്പോൾ എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. എനിക്ക് വീട്ടിലൊരു കാര്യങ്ങളൊക്കെ നോക്കണം. അത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് അറിയുന്നില്ല. അതായത് നോക്കാം. എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ബിഗ് ബോസ് എനിക്ക് നല്ലൊരു അവസരമാണ് തന്നത്. തൃശ്ശൂർ പോകുന്നത് ഒരു ചെറിയ സാധാരണക്കാരനായിട്ടുള്ള ഞാൻ അമ്പലങ്ങളും അല്ലെങ്കിൽ കൂട്ടുകാരെ കേട്ട് നടക്കുന്ന ഞാൻ എന്നെ പിടിച്ച് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ മുന്നിൽ നിങ്ങളെല്ലാവരും എന്നെ തേടി വരികയുണ്ടായി. അതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ തേടി എന്നോടുള്ള ഇഷ്ടം കാണിക്കുന്നില്ലേ? ഇത് തന്നെയാണ് എൻ്റെ ബലം. അപ്പോൾ നിങ്ങളെന്താണ് പറയുന്നത്? അതായത് എന്താണ് എനർജറ്റിക്കായ ചേട്ടനല്ല പുറത്താവേണ്ടതെന്നാണ് പുറത്തുള്ള പ്രേക്ഷകർ പറയുന്നത്. കാരണം വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ അവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്താ അങ്ങനെ ഞാനെന്താ അറിയോ, ഞാൻ എൻ്റെ ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഞാനാണ് ബേസിക് നേച്ചർ. എനിക്ക് സംസാരിക്കാൻ ഞാൻ വായ പോലെ സംസാരിക്കുന്നുണ്ടാവുന്നത്. ഞാനവിടെ പറഞ്ഞു കളിച്ച ഒരാളാണ്. ഞാൻ അല്ലാതെ പറയാതെ കളിച്ച ഒരാളല്ല. ഞാൻ വളരെയധികം പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും സോഫ്റ്റ് കൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. ഇപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടാണ്. പക്ഷേ അവിടെ ഉള്ളപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? നമുക്ക് എല്ലാത്തിലും കയറി ഇടപെടാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ താൻ വീട് കഴിഞ്ഞാൽ ഞാൻ തൻ്റെ അടുത്തേക്ക് വരികയും എന്നിട്ട് തന്നെ സഹായിക്കുകയും. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ നമ്മളൊരു ഗെയിം കളിക്കാനാണ് പോയത്. അപ്പോൾ ആ ഗെയിം എങ്ങനെ കളിക്കണം എന്ന് എന്നേക്കാളും കൂടുതൽ മീഡിയക്കാരായി നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കാവും അല്ലേ? അത് മാസ്ക് ഊര് തൊടാനൊന്നുമില്ലേ? അപ്പോൾ മാസ്ക് ഒക്കെ ഊര്. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കാവും നിങ്ങൾ അല്ലേ? അത് എടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു ഐറ്റം തന്നെയാണ് അവിടെ എന്തെങ്കിലും ചെറിയ കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു കണ്ടന്റാക്കി ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് വേണ്ടി കളിച്ച ഒരാളാണ് ഞാൻ. പ്രേക്ഷകരെ മനസ്സിൽ കണ്ടുകൊണ്ട് കളിച്ച ഒരാളാണ് ഞാൻ. എന്റെ കളികൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളെയാണല്ലോ ബേസിക്കലി ബിഗ് ബോസിൽ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ടോക്സിക് ആകാൻ ശ്രമിക്കുകയാണ്. ഞാൻ അങ്ങനെ ടോക്സിക് ആകാൻ ശ്രമിച്ചതല്ല. അവിടുത്തെ ഇപ്പോൾ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയല്ല ഇതിന്റെ സ്പീഡ്. കാരണം നമ്മളിപ്പോൾ ഇപ്പൊ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വന്ന ഓരോരുത്തരും എനിക്ക് മുഖപരിചയം എത്ര കാലം കഴിഞ്ഞാലും എനിക്കുണ്ടാവും. പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 hour കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തിൽ ആരാണ് ഇരുന്നതെന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ മൈൻഡ് അത്രയും ഗെയിമിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. നമ്മളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ബ്രെയിൻ ഫ്രീ ആണ്. ഇപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞാലും എത്ര കാലം, ഒരു കൊല്ലം കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഓർമ്മ വരും. പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ ജയിക്കാൻ വേണ്ടി പോയവനാണ് ഞാൻ. 6ാം തമ്പുരാനാവാൻ വേണ്ടി പോയവനാണ് ഞാൻ. ഞാനാണ് 1ാം തമ്പുരാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ പ്രസ്ഥാനങ്ങൾ തെറ്റിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? പ്രസ്ഥാനങ്ങൾ ഞാൻ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അതൊക്കെ നമ്മൾ ഞാൻ പറയുന്നത് അങ്ങനെ തുറന്ന് പറയാൻ എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടല്ലോ. അത് കാരണമാണല്ലോ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് വന്നത് അല്ലേ? അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാമല്ലോ. എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ നല്ല കാര്യങ്ങൾ. ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എനിക്ക് ബിഗ് ബോസ് തന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ്. എന്നെപ്പോലത്തെ സാധാരണക്കാരൻ ഈ മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞ ടാഗിലൂടെയാണ്. ആ ടാഗ് കാരണം മാത്രമാണ് എന്നെപ്പോലുള്ള സാധാരണക്കാരന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത്. അതെനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ ബ്രെയിൻ ഞാൻ പോലും അറിയാതെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നടന്ന ചില അതൊക്കെ ഗെയിമാണ്. അത് ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നു. എൻ്റെ ചേട്ടന്മാരെ കുറേ കാര്യങ്ങളിൽ ചെറിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം കൂടി പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും. നിങ്ങളെല്ലാവരും എനിക്ക് വേണം. ഓരോ പ്രേക്ഷകരും വേണം. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ചേട്ടൻ, എൻ്റെ വൈഫ് അല്ലെങ്കിൽ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓരോ പ്രേക്ഷകരും ഇപ്പോൾ എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി. എൻ്റെ ഭാര്യയൊക്കെ എൻ്റെ ഫോൺ പിടിച്ചിട്ട് മോനെ ഔട്ടായി പോയടാ, മോനെ എന്നൊരു കരയുമ്പോൾ അതല്ലേ ഏറ്റവും വലിയൊരു അവാർഡ്. അല്ലാതെ വേറെ ഒന്നല്ലല്ലോ. നിങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ സ്നേഹം, അതായത് പ്രേക്ഷകരുടെ ഇഷ്ടം, അത് ഒരു 5 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഇതിൽ പരം രതീഷ് കുമാറിന് വേറെ ഒന്നുമില്ല. രതീഷ് കുമാർ ഹാപ്പിയാണ്. അതാണ്. ഓക്കെ. നമ്മൾ അനുകരിക്കാൻ നോക്കിയതല്ല. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു കളിക്കുന്ന ഒരാളാണ്. നിങ്ങളത് കണ്ടു. അനുകരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇയാളെ എടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടു. ഇയാളിപ്പോ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ പറയണ ഇയാളെ ഈ താടി വെച്ച എന്താ പേരെന്താ പറഞ്ഞു, വൈശാഖ്. ഈ വൈശാഖിനെ തന്നെ അനുകരിച്ചു പറഞ്ഞാൽ എന്താവും? അതായത് നമ്മൾ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടാൻ എനിക്കറിയാം, തന്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ തിരിച്ചു ദേഷ്യപ്പെടാൻ. അതിന് വൈശാഖ് മുമ്പേ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചിട്ട് എപ്പോഴും വൈശാഖിനെ അനുകരിക്കാന്ന് പറയാൻ പറ്റും. അതാണ് അവിടുത്തെ രീതി. ഞാൻ ഒരാളെയും അനുകരിച്ചിട്ടില്ല. പക്ഷെ ആൾക്കാർ പറയട്ടെ, എനിക്കത് വിഷയമേ അല്ല. കാരണം വെച്ചാൽ അത് അവരുടെ അഭിപ്രായം. നമ്മൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് പറയുന്നത് സ്ത്രീകളോട് കൂടുതൽ കറുത്ത് സംസാരിക്കുന്നു, അടിപൊളി ഉണ്ടാക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഞാൻ എല്ലാവരോടും നടന്ന് ചൊറിയാൻ പോയി. ഞാനുള്ള കാര്യം പറയാലോ, സ്ത്രീകളെന്നല്ല ആണുങ്ങളായാലും സകല ആൾക്കാരോടും എൻ്റെ ബേസിക് ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ്. എൻ്റെ ബേസിക് ജീവിതത്തിൽ ഇല്ലാത്ത ചൊറിയലാണ്. ജീവിതത്തിൽ ഞാൻ എല്ലാവരോടും കയറി ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പരിചയക്കാരുണ്ടാവില്ല, കൂട്ടുകാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയല്ല. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഫേക്കാണോ, ഫേക്ക് കളിയാണോ കളിച്ചത്, അതുമല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും മോഷണം നടത്തിയ ഒരാൾ, അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് അയാൾ ബിഗ് ബോസിൽ പോയിട്ട് അയാൾ അവിടെ കക്കുന്നില്ല. അപ്പൊ വൈശാഖിന്റെ അടുത്ത് ചോദിക്കാണോ, താൻ കക്കുന്ന ആളല്ല, തനിക്ക് കക്കുള്ളൂ, താൻ എന്താ കക്കാത്തത്? താൻ കക്ക്, അങ്ങനെ പറ്റില്ല, താൻ കക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ. അയാൾക്ക് നന്നാവാനുള്ള അവസരം കൊടുക്കണം. അതേപോലെ തന്നെ ചിരിക്കട്ടെ. ഇയാളുടെ പേരെന്താ പറഞ്ഞു? ജിമ്മി ഭയങ്കര ചിരിയാണ്. അപ്പൊ ഇയാളുടെ പേര് പറഞ്ഞു സീനൻ. അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം, എന്റെ ബേസ് വർത്തമാനമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ നിന്നിട്ട് നിങ്ങൾ പറയണ 2 മണിക്കൂർ നിങ്ങൾ സംസാരിക്കാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്റെ മക്കൾ, എന്റെ മോഹൻ, അവരൊക്കെ ഇവിടെ കാത്തിരിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്താ സംഭവിച്ചത്, എന്റെ ബേസ് സംസാരമാണ്. ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ്. എനിക്ക് വേണമെങ്കിൽ അവിടെ പറയാതെ കളിക്കാമായിരുന്നു. നിങ്ങളോടെല്ലാവരും അതാണ് ഫേക്ക്. ഞാൻ പറഞ്ഞു ഓരോ കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു. അത് എൻ്റെ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ്. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചവനാണ് ഞാൻ. അത് ഒരാളെ അനുകരിക്കണമെന്നല്ല. എനിക്ക് മുമ്പുള്ള സീസണുകളിൽ അവരൊറ്റപ്പെട്ടു എന്ന് വിചാരിച്ച് എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പാടില്ല എന്നില്ലല്ലോ. ഉണ്ടോ വൈശാഖ്? ഇത് പറയണം, എന്നെ കൊല്ലരുതേ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാവരും നല്ല ഗെയിമേഴ്സാണ്. ഞാൻ വിചാരിച്ചത്, ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ വിചാരിച്ചത് 19 പേരുണ്ടെങ്കിൽ അതിൽ 18 പേരും എന്നേക്കാളും വളരെ കഴിവുള്ള ഒരാളാണ് ജിമ്മി. എന്നെക്കാളും വളരെ കഴിവുള്ള ഒരാളാണ്. അവരെ തരണം ചെയ്ത് എനിക്ക് എങ്ങനെയും നിൽക്കണം. എല്ലാവരും പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ എന്നെ സെല്യൂട്ട് അടിച്ചു, എൻ്റെ 2 ചേട്ടന്മാർ എന്നെ സെല്യൂട്ട് അടിച്ചു. എടാ നീ ഭയങ്കര ബുദ്ധിമാനാണല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബുദ്ധിയൊക്കെ എവിടുന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ജിൻഡോനെ ഞാനും കൂടിയിട്ട് ഒരു കളിക്കാനുള്ള പരിപാടിയായിരുന്നു. അത് കുറേ സിനിമകളിലെ ആ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അത് കാണാം. പക്ഷെ അത് എൻജോയബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. കാരണം ജിൻഡോ എനിക്ക് അത്രയും നല്ലൊരു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. ജിൻഡോ എൻ്റെ കൂടെ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ പോകുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ജിൻഡോ ആണ്. പക്ഷേ ഞാൻ അവിടെ ഓരോ കണ്ടസ്റ്റന്റിനെയും, അത് ടെലികാസ്റ്റിംഗ് വന്നോന്ന് എനിക്കറിയില്ല, ഞാനൊരു ഗെയിമറാണ്. ഞാൻ ഗെയിം ചെയ്യാൻ വേണ്ടി പോയതാണ്. 19 പേരും എനിക്ക് എതിരാളികളാണ്. താനിപ്പോൾ ഗെയിം കളിക്കുന്നത് മോശമായി പോയാൽ ഞാൻ അവിടെ ചെന്നിട്ട് താൻ ഗെയിം കളിക്കുന്നത് മോശമാണ്, താൻ നന്നാവും പറയേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തു. എന്തുകൊണ്ട്? എനിക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് താൻ എൻ്റെ തലയിൽ കയറി നിരങ്ങണം. അപ്പോഴാണ് എനിക്ക് തന്നെ വെട്ടി വിട്ടാൻ പറ്റുള്ളൂ. ആ ഗെയിം സ്ട്രാറ്റജി ഇതുവരെ ആരെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഉണ്ടോ ഇയാള്? അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ ഫൈറ്റ് ചെയ്ത് ഒരു വേറെ തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. പാളിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാളിപ്പോയെങ്കിൽ ഇക്കണ്ട ക്യാമറകൾ എന്റെ മുമ്പിൽ വരില്ലായിരുന്നു. വിചാരിക്കുന്നില്ല. ഇനി എന്റെ ചേട്ടന്മാര് പറയുന്നു, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ചു. ഒരാഴ്ച കൊണ്ട് ഞാൻ ഗെയിം അതായത് ഞാൻ അവിടെ കടന്ന അന്ന് മുതൽ ഗെയിം കളിക്കാൻ തുടങ്ങി. സാധാരണ ആൾക്കാർ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ ആൾക്കാരെ പഠിച്ചിട്ട് ഗെയിം കളിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ ഒരു PR അങ്ങനെയൊന്നും ഒരാളെ ഏൽപ്പിക്കാതെ ചെന്നിട്ടുള്ള എൻ്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ അങ്ങനെയൊന്നുമല്ല. ജനങ്ങൾക്ക് വേണമെങ്കിൽ മതി, ജനങ്ങൾക്ക് എന്നെ വേണ്ട. അപ്പൊ ഞാൻ ഔട്ടായി. ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല. ഒരു സാധാരണക്കാരനായി എനിക്ക് എന്ത് പ്ലാനിങ്? ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ പ്രോഗ്രാംസ് ഒക്കെ പണ്ട് 10 വർഷം മുമ്പ് ചെയ്തതാണ് പ്രോഗ്രാംസ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതം വേണോ പ്രോഗ്രാം വേണോ മുന്നോട്ട് നീങ്ങാൻ. അപ്പൊ ഞാൻ എൻ്റെ പ്ലാനിങ് ഇല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ബിഗ് ബോസ് എന്ന ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് വൈശാഖ് എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് തന്നിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. വൈശാഖ് ചോദ്യങ്ങൾ മുമ്പേ തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടായിരുന്നു, ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞത്. അതാണല്ലോ ഞാൻ സംസാരിക്കുന്നത്, അല്ലേ? ആണോ? അതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബിഗ് ബോസിൽ പോകുന്ന നിങ്ങൾ എന്നെ വിശ്വസിക്കുക. എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു മേഖലയല്ല ബിഗ് ബോസ്. സിനൻ ഇപ്പോൾ എൻ്റെ അടുത്ത്
ചോദിക്കുന്ന ചോദ്യങ്ങൾ ദേശത്തെ ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതേപോലെ പറയണം, എന്നാലും എനിക്ക് തണ്ടയിൽ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ ഫേസ് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഞാൻ ബിഗ് ബോസ് എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോം തന്നു. ബിഗ് ബോസ് എനിക്ക് എല്ലാമാണ്. ബിഗ് ബോസ് ആണ് എനിക്ക് എല്ലാം തന്നത്. ബിഗ് ബോസിനെ ഞാൻ ഇപ്പോഴും ഞാൻ തൊഴിലാണ്. ബിഗ് ബോസ് ഇസ് എ വെരി ഗുഡ് ഷോ. ബിഗ് ബോസ് എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ജീവിതത്തിൽ മരണം വരെ മറക്കാൻ പറ്റില്ല. ബിഗ് ബോസ് ചെയ്തത് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഞാൻ ഹാപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞത് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് മനുഷ്യനല്ലേ കൂട്ടോ, അപ്പൊ പറഞ്ഞത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. അതൊന്നും അല്ലല്ലോ, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഗെയിമൊക്കെ ഞാൻ അവിടെ കളഞ്ഞു വന്നു. ഇപ്പൊ ഞാൻ ചൊറിയനാണോ? എനിക്ക് ചൊറിയന്റെ അവാർഡ് കിട്ടി, കോമാളിയുടെ അവാർഡ് കിട്ടി, തരികടയുടെ അവാർഡ് കിട്ടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാട് തൃശ്ശൂരാണ്, പൂങ്കുന്നത്താണ്. നിങ്ങൾ ഓരോരുത്തരും ചെന്നിട്ട് രതീഷ് കുമാർ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ പറയും രതീഷ അവൻ ഇങ്ങനെയല്ല എന്ന് പറയും. എന്ന് വെച്ച് ഞാൻ ഫേക്കാണെന്ന് നിങ്ങൾ പറയരുത്. നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യല്ലേ. അതുപോലെ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് തരംഗുണ്ടാക്കാൻ പറ്റിയെങ്കിൽ എത്തിപ്പെടില്ല. പിന്നെ എൻ്റെ വിഷൻ ശരിയാണ്, ഞാൻ നന്നായി ഗെയിം കളിച്ച ഒരാളാണ്. പക്ഷെ അതറിയില്ല. ബിഗ് ബോസ് മാറ്റിപ്പിടിക്കലാണ്, അൺപ്രഡിക്റ്റബിളാണ്, എന്തും സംഭവിക്കാം. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഫ്ലൈറ്റിൽ കയറാത്ത എന്നെ ബിഗ് ബോസ് ഫ്ലൈറ്റിൽ കയറ്റി വിടും. മനസ്സിലായില്ലേ? ഇന്നേ വരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ഞാൻ പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വഴി ചോദിച്ചു പോയില്ലേ, അതേപോലെ ഞാൻ പോയിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ തുണ പറയുന്നത്? നമ്മൾ ഫ്ലൈറ്റിൽ കയറാത്ത തന്നെ ബിഗ് ബോസ് ഏഷ്യാനെറ്റിൻ്റെ ചെലവിൽ ബിഗ് ബോസ് തന്നെ ഫ്ലൈറ്റിൽ കയറ്റി വളരെയധികം നല്ല രീതിയിലാണ്. ഇപ്പോൾ ഒന്നും വേണ്ട, ഞാൻ എവിക്റ്റായി. എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു തരി കോൺഫിഡൻസ് എന്നിൽ നിന്ന് കുറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. സിന കണ്ടോ? ഇല്ല. അപ്പൊ അതാണ് സംഭവം. കണ്ടു പേരെന്താ പറഞ്ഞു? നന്ദു. ഓക്കെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ പ്ലാറ്റ്ഫോമാണ്. എനിക്ക് എന്തും കിട്ടുന്നത് ബോണസാണ്. കപ്പടിക്കാൻ പോയവന് തന്നെയാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് അങ്ങനെ സംഭവിച്ചു.